വിവി ഹിയർ എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരനും അടിപൊളിക്കിടില സീൻ തംബ്ലൈൻസ് ഒക്കെയാണ് ഇട്ടേക്കുന്നത്. നീരജ് ആമൂസ് പൊട്ടിക്കരഞ്ഞോണ്ട് നാട്ടിൽ പോയി, നീരജ് ആമൂസിൻ്റെ ജോലി പോയി, ഇതൊന്നും അറിയാതെ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആ പുള്ളി പറഞ്ഞ ഒരു കാര്യത്തിനോട് മാത്രമേ എനിക്ക് റെസ്പെക്റ്റ് തോന്നുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു ഇങ്ങനെ വീഡിയോ ഇട്ടതിൻ്റെ താഴെ ഒരുപാട് പേഴ്സണലായിട്ടുള്ള അവളുടെ ജീവിതത്തിന്, അവളുടെ അച്ഛനമ്മേൻ്റെ ജീവിതത്തിന് കുറച്ച് കമന്റ് വന്നു. പക്ഷെ അതിലൊന്നിട്ടൊന്നും ഞാൻ ചെകഞ്ഞിറങ്ങുന്നില്ല, അത് അവരുടെ പേഴ്സണൽ കാര്യം. നീരജ് ആമൂസിന്റെ പുതിയൊരു വീഡിയോയും കൂടി വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എന്തിന് പുള്ളിക്കാരത്തി എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ ഇപ്പം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുണ്ട്, നീരജയുടെ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. ഞാനും അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു വാർത്ത കംപ്ലീറ്റ് ആയിട്ട് തെറ്റാണ്. അത് ആരോ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയ ഒരു ഇമെയിൽ ആണ് എന്ന തരത്തിലൊക്കെയാണ് നീരജ പറയണത്. എന്നാൽ പുള്ളിക്കാരത്തി ഇപ്പൊ നിലവിൽ സസ്പെൻഷനിലാണ്. എന്തുകൊണ്ടാണ് സസ്പെൻഷൻ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ കെയർ ഹോം വിസയുടെ അണ്ടറിലാണ് നീരജ അവിടെ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കലും സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. അഥവാ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഈ പ്രൈസ് മണി കിട്ടുന്ന കാര്യങ്ങളോ അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും പുള്ളിക്കാരത്തിക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല. സോ അതിന്റെ പേരിലാണ് നിലവിൽ ഇപ്പൊ സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും നീരജയ്ക്ക് ഇനി ആ ഒരു ജോബ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. എന്തായാലും പുള്ളിക്കാരത്തി വേറെ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. അതായത് പ്രധാനമായിട്ട് പറയണത്, കുറെ ആൾക്കാർ ഈ നീരജയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ചെയ്ത ആൾക്കാരുടെ തംബ്നെയിലിനെ പറ്റിയിട്ടൊക്കെയാണ് വന്നിരുന്നത് പറയണത്. അഫ്കോഴ്സ് ഞാനൊക്കെ മിസ്ലീഡിങ് തംബ്നെയിൽ വെച്ചിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നീരജ് അമ്മൂസ് എന്ന് പറഞ്ഞൊരു വ്യക്തി ചെന്ന് പെട്ടത്, അറിഞ്ഞോ അറിയാതെയോ എങ്ങനോ ചെന്ന് പെട്ടത് വലിയൊരു സ്കാമിന്റെ ഇടയിലോട്ടാണ്. അതായത് 1-2 രൂപയുടെ കാര്യമൊന്നും അല്ലായിരുന്നു ഇത്. അത് മാത്രമല്ല, ഒരാളുടെ ജീവൻ വരെ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വീഡിയോ ചെയ്ത മെജോറിറ്റി ആൾക്കാരും നീരജയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള രീതിയിലേ തംബ്നെയിൽ വെക്കത്തുള്ളൂ. അപ്പൊ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അത് മാത്രമല്ല, ഈ തംബ്നെയിലിനകത്ത് ഒരിക്കലും തന്നെ അബ്യൂസ് ചെയ്യുന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ താനൊരു വളരെ മോശക്കാരി എന്നുള്ള രീതിയിലല്ല. ഈ ഒരു വിഷയങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത തംബ്നെയിൽസ് ആണ് മിസ്ലീഡ് ചെയ്ത് ഞാൻ ഉൾപ്പെടെ പല ആൾക്കാരും വെച്ചിരിക്കുന്നത്. അല്ലാതെ അതിനെ പറ്റിയിട്ട് ഇനി കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നീരജ പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. ജോലി പോയോ ഇല്ലയോ എന്നതാണ് ഫസ്റ്റത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ, അതിന് മുന്നിൽ എനിക്ക് കുറച്ചധികം രസകരമായിട്ട് തോന്നിയ, ഇപ്പോഴും ഞാൻ പറയാണ്, വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല, ആരുടെയും വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല. ഒരു പെങ്കൊച്ചിൻ്റെ വീഡിയോ ഞാൻ കണ്ടു. എന്തറിഞ്ഞിട്ടാണാവോ ഇങ്ങനെ കിടന്ന് തുറക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ നീരജ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യരും ഒന്നും അറിയാതെ വന്ന് തുറന്ന് വീഡിയോ ഇടേണ്ട ഒരാവശ്യവും ആർക്കുമില്ല. ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഞാൻ അത്യാവശ്യം എല്ലാവരുടെയും വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നീരജയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള എല്ലാവരും ഈ ഒരു വിഷയത്തെ പറ്റി പഠിച്ചിട്ട് തന്നെയാണ് വീഡിയോ ചെയ്തത്. കാര്യം ഈ ഒരു വിഷയത്തിൽ വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. നീരജ എന്ന് പറയുന്ന ഒരു വ്യക്തി വാട്സാപ്പിലൂടെ സ്റ്റോറി ഇടുന്നു. അത് കണ്ടിട്ട് വേറൊരു ടീം ഇതണക്ക് ബന്ധപ്പെടുന്നു, ഇതണക്ക് അവർക്ക് കാശ് അയച്ചു കൊടുക്കുന്നു, കാശ് നഷ്ടപ്പെടുന്നു. നീരജ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നീരജ നൈസായിട്ട് കൈ ഒഴിയുന്നു. കാര്യം എനിക്ക് ഇനി ഇതുമായിട്ട് ബന്ധമില്ല എന്നുള്ള രീതിയിൽ നീരജ നൈസായിട്ട് സ്കൂട്ടാവാനായിട്ട് നോക്കുന്നു. അപ്പം ഇത് മനസ്സിലാക്കാനായിട്ട് വലിയ പഠിപ്പും അറിവും ഒന്നും വേണ്ട. അത് മാത്രമല്ല, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്ന് എടുത്തു നോക്കണം, എന്തെല്ലാം കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നതെന്ന് അറിയോ ഈ ഒരു വിസ സ്കാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അത് മാത്രമല്ല, UK-ലുള്ള തന്നെ പല ആൾക്കാരും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് എവിഡൻസ് പലർക്കും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, പല യൂട്യൂബേഴ്സിനും. അതെല്ലാവരും എടുത്ത് വെച്ചിട്ട് വീഡിയോ ചെയ്തതാണ്. സോ അതുകൊണ്ട് ഇമാതിരി ഡയലോഗ് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഓക്കെ, ഞാനപ്പം എന്തൊക്കെയാണ് എനിക്ക് രസകരമായിട്ട് തോന്നിയ കുറച്ച് തംബ്ലൈനുകളാണ് ഞാൻ ഫസ്റ്റ് പറയുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീരജ മടങ്ങി നാട്ടിലേക്ക്. ഈ വീഡിയോ ഈ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങി എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഇതേണൊക്കെ ടൈറ്റിലും തംബ്നെയിലും ഒക്കെ വെക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കേണ്ടത്, നീരജ ഇത്രയും വലിയൊരു സ്കാമിൽ ഇൻവോൾവ് ആയിട്ട് നിൽക്കുവാണ് അല്ലേ. ഞാൻ ഒരിക്കലും ഈ മിസ്ലീഡിങ് ഇടുന്നതിനെ പറ്റിയിട്ട് ഞാൻ വന്നിരുന്ന് ന്യായീകരിക്കുമല്ല. പക്ഷെ എന്നാൽ പോലും നീരജ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്രയും വലിയൊരു സ്കാമിൽ ഇടപെട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസോ കേസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നാട്ടിലോട്ട് അവർ ഡീപ്പോർട്ട് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു രീതി അനുസരിച്ച്. മനസ്സിലായില്ലേ? സോ അതൊരു വലിയ രീതിയിലുള്ള ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നീരജ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ ജീവൻ വരെ ഇവിടെ നഷ്ടപ്പെട്ട്, അതിനപ്പുറം അല്ല. അത് താൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ തനിക്ക് കൊള്ളാം. എടുക്കുന്നത് UK-ലിരുന്നുകൊണ്ടാണ്. ഈ നീരജയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങിയത്. നീരജ അമ്മൂസിൻ്റെ ജോലി പോയി, കരഞ്ഞുകൊണ്ട് നാട്ടിലേക്ക്. അങ്ങനെ അഹങ്കാരം തീർന്നു. അടുത്തത്, നീരജയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു, ഇനി UK-ൽ കാലുകുത്താൻ പറ്റില്ല. അടുത്ത ആള്, നീരജ പെട്ടു, UK വിസ തട്ടിപ്പുകാരി അറസ്റ്റിൽ. ഇത്രയും നേരം ജോലി പോയെന്നായിരുന്നു, ഇപ്പോൾ ഒരാൾ അറസ്റ്റിൽ. പിന്നെ പാവങ്ങളെ പറ്റിച്ചതും പോരാ, എല്ലാവർക്കും മാപ്പ് കൊടുക്കുകയും ചെയ്യണം. തട്ടിപ്പിൻ്റെ തെളിവുകൾ പുറത്ത്. നീരജ അമ്മൂസ് എക്സ്പ്ലെയിൻ ദ വീഡിയോ. ഞാനാവാനാണ് ചാൻസ്. എനിക്ക് തോന്നുന്നു ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന്. ഇതൊന്നും വലിയൊരു അപരാധമല്ല.
ഇവിടെ നീരജ എന്ന് പറയുന്ന ഒരു വ്യക്തി കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് ഒരുപാട് പേർക്ക് നഷ്ടപ്പെട്ടതെന്നാണ് ആൾക്കാർ വന്ന് പറയണത്. സോ അതിന് ഒരു പരിഹാരമാണ് ഇവിടെ കാണേണ്ടത്. ഇവിടെ തമ്മിൽ വെക്കുകയോ അല്ലെങ്കിൽ നീരജയുടെ ജോലി പോയി എന്നും പറഞ്ഞിട്ട് കൊട്ടിക്കോശിച്ച് ആൾക്കാർ വീഡിയോ ചെയ്യുകയോ ഇതൊന്നുമല്ല ഒരു വലിയ കാര്യം എന്ന് പറയണത്. നീരജ എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറയുമോ, ആദ്യമേ ഒരു വീഡിയോ ഇട്ടിട്ട് ഇതിനൊരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുക്കണമായിരുന്നു. അതായത് തെറ്റ് അങ്ങ് അക്സെപ്റ്റ് ചെയ്യണമായിരുന്നു. ഞാൻ ചെയ്തത് തെറ്റാണ്, എനിക്കൊരു മണ്ടത്തരം പറ്റിപ്പോയി, ഞാൻ ഒരിക്കലും കാണിക്കാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പം ഈ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു എന്നാ എനിക്ക് പറയാനുള്ളൂ. ക്രിയേഷൻ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അടുത്തത് നീരജ അമ്മൂസ് കുറ്റം സമ്മതിച്ചു, വീടും കാറും എല്ലാം നഷ്ടപ്പെട്ടു, നീരജയ്ക്കെതിരെ അമല രംഗത്ത്. അത് ഞാൻ തന്നെയാണ് വെച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ വെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീരജയുടെ ഈ ഒരു സ്കാം വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയം നീരജയുടെ കാറിനെ പറ്റിയിട്ടായിരുന്നു. ഒരു BMW X5 അങ്ങോട്ടാണെന്ന് തോന്നുന്നു, പുള്ളിക്കാരത്തി ഒരു BMW എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരുടെയും ഉള്ളിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഈ പറയുന്ന പെൺകുട്ടി ഇത്രയും കാശ് സമ്പാദിച്ചത്, എങ്ങനെയാണ് അവിടെ വീട് മേടിക്കാൻ പറ്റിയത്, എങ്ങനെയാണ് കാറ് മേടിക്കാൻ പറ്റിയത് എന്നുള്ളൊരു ചോദ്യം ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു തംബ്നെയിൽ അവിടെ കൊടുത്തത്, അല്ല വേറെ കാര്യമൊന്നുമല്ല. ഇതെല്ലാം തന്നെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണ്. നീരജ അമ്മൂസിന്റെ ജോലി പോയി കരഞ്ഞുകൊണ്ട് നീരജ അമ്മൂസ് നാട്ടിലേക്ക്. ഇതാണ് നമ്മൾ ഇത്രയും നേരം വരെ കണ്ടത്. യെസ്, നമ്മൾ ഒരു വീഡിയോ ഇടുന്നത് ഓഫ്കോഴ്സ് തംബ്ലൈൻ കണ്ടിട്ട് നമുക്ക് ഉള്ളിൽ ആൾക്കാർ വന്നിട്ട് ഇതെന്താണ് സംഭവം എന്നറിയാനും ഇത് ചെയ്യുവാനും. പക്ഷേ ഈ വീഡിയോ ഇടുന്ന ആൾക്കാർക്ക് പോലും എന്താണ് സംഭവം എന്നറിയില്ല. ഇത് മനസ്സിലാക്കാൻ എന്തുവാണ് ഇത്ര പാട്? ഒരു ബേസിക് ഒരു 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 കൊച്ചു പിള്ളേർക്ക് ഇപ്പോൾ കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഇതിനകത്ത് എന്ത് ഉത്തരവിനെ മനസ്സിലാക്കാനായിട്ടിരിക്കേണ്ട? നീരജ ഇട്ട ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് വളരെ വ്യക്തമാണ് നീരജ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിൻ്റെ മീഡിയേറ്റർ ആണ് എന്ന് വളരെ രീതിയിൽ അതിനകത്ത് വ്യക്തമാണ്. അതായത് നീരജ കാശ് ചോദിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ടും പിന്നെ നീരജ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറയണതും അതിനകത്തെല്ലാം എവിഡൻ്റ് ആണ്. സോ ഇതൊക്കെ മനസ്സിലാക്കാൻ ആർക്കാണേ പറ്റാത്തത്? എനിക്കിപ്പോഴും പിടികിട്ടുന്നില്ല എന്തുദ്ദേശത്തിലാണ് ആൾക്കാർ കാര്യം അറിയാതെ വീഡിയോ ചെയ്യുന്നെന്ന് നീരജ പറയുന്നതെന്ന്. ജോലി പോയോ ഇല്ലയോ, എന്താണ് കാര്യം, എന്താണിത്? ആരോ അടിച്ചിറക്കിയ ഒരു ഫേക്ക് ലെറ്റർ. നിങ്ങളിവിടെ ഈ ഒരു ലെറ്റർ കണ്ടില്ലേ? ഇത് ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നീരജയുടെ ജോബ് നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ ഈ ഒരു ലെറ്റർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴിയും കണ്ടായിരുന്നു എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം പുള്ളിക്കാരത്തി ഇപ്പം നിലവിൽ പറയണത് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് കംപ്ലീറ്റും ഫേക്ക് ആണ്, നിലവിൽ ഇങ്ങനെ ഒരു സംഭവമില്ല. പക്ഷേ പുള്ളിക്കാരത്തി സസ്പെൻഷനിലാണു എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ സെറ്റാവും എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്. പുള്ളിക്കാരത്തി പറയണത് ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്ന മൊത്തം ഫേക്ക് ആണ്, എന്നാൽ ഞാനിപ്പം ജോബിന് പോകുന്നോ അതില്ല, ഞാൻ സസ്പെൻഷനിലാണ്. എന്താണ് ഇതിനകത്ത് ഞാൻ ഉദ്ദേശിക്കേണ്ടത്? എനിക്കൊന്നും പിടികിട്ടുന്നില്ല. പുള്ളിക്കാരത്തി അവരുടെ വിസ റൂളിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തോ ചെയ്തതിൻ്റെ പേരിലാണ് നിലവിൽ ഇപ്പം സസ്പെൻഷനിലിരിക്കുന്നത്. അപ്പം എനിക്കിതിനകത്തൊരു പ്രോപ്പർ ക്ലാരിഫിക്കേഷൻ എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. UK-യിലുള്ള ആരെങ്കിലും ഒക്കെ ഈ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നീരജ അമ്മൂസ് ഈ ഒരു കമ്പനിയിൽ ഇനി ജോലി ചെയ്യുന്നില്ല എന്ന് ആരും ഒരാൾ അടിച്ചിറക്കിയ ഫേക്ക് ലെറ്റർ വെച്ചിട്ട് ഇത്രയും പേരും ഒരു നെഗറ്റീവായിട്ട് കള്ളത്തരം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇടുന്നു. നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ലെറ്റർ പാഡ് ഉൾപ്പെടെ അടിച്ചുണ്ടാക്കിയിട്ട് ഇങ്ങനെ ഫേക്ക് പടച്ചിടേണ്ട ആവശ്യം എന്താണ്? ഈ ഒരു ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന കള്ളത്തരമാണെന്ന് തന്നെ വെച്ചോ. പക്ഷേ നിലവിലിപ്പം തനിക്ക് ജോബുണ്ടോ? നിലവിലിപ്പം താൻ ജോബിന് പോകുന്നില്ല, സസ്പെൻഷനിലാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പിന്നെ നമ്മളൊക്കെ എന്താ വന്നിരുന്ന് പറയേണ്ടത്? കബഡി കളിച്ചതിൻ്റെ പേരിലാണ് നിലവിലിപ്പം സസ്പെൻഷനിൽ നിൽക്കുന്നതെന്നാണ് നീരജ പറയണത്. എനിക്കത് മനസ്സിലാവുന്നില്ല. ഇതിപ്പം UK വിസയെ പറ്റിയിട്ടും UK വിസയുടെ റൂൾസിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ കൂടുതൽ അറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് നീരജ പറയുന്നുണ്ട്, കെയർ ഹോം വിസയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പോയി ഈ സ്പോർട്സിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പറ്റില്ല എന്ന്. അഥവാ സ്പോർട്സിൻ്റെ ഗെയിംസോ കാര്യങ്ങളൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താലും പ്രൈസ് മണി കിട്ടുന്ന കാര്യങ്ങൾക്കൊന്നും നമ്മൾ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യരുത് എന്ന തരത്തിലൊക്കെ നീരജ പറയുന്നുണ്ട്. ലൈക്ക് ജോലി പോയോ ഇല്ലേ അതിനെക്കുറിച്ച് ഞാൻ വരാം. ഇങ്ങനെ ഒരു സംഭവം ഇപ്പോൾ ഈ ഒരു ലെറ്ററാണ് ഇപ്പോൾ ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റർ ഫസ്റ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഫെബിൻ സിറിയാക്ക് അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് അയാളുടെ പേര്. പ്രൊഫൈൽ ഞാൻ നോക്കിയില്ല. പക്ഷെ അതിൽ നിന്ന് അയാൾ ഈ ലെറ്റർ പോസ്റ്റ് ചെയ്തതിനു ശേഷം അതിൻ്റെ താഴെ പറഞ്ഞിരിക്കുന്നത്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കെയർ വിസ കച്ചവടം നടത്തുന്നതിനെ പറ്റിയുള്ള വീഡിയോസുകളാണ് സോഷ്യൽ മീഡിയ മുഴുവനും. നീരജ ഇതിൽ തെറ്റുകാരിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. UK പോലുള്ള ഒരു രാജ്യത്ത് പൈസ വാങ്ങി വിസ നൽകുന്നതും അത് പരസ്യം ചെയ്യുന്നതും നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ
അതിൻ്റെ മുകളിൽ വരുന്ന പ്രശ്നങ്ങൾ അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. തെറ്റ് ആർക്കും പറ്റാം. തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ മാപ്പ് പറയുക എന്നതാണ് മാന്യത. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വെല്ലുവിളിക്കുന്നത് ശരിയല്ല. ആ എഴുതിയിരിക്കുന്ന കാര്യം എത്രത്തോളം പരമാർത്ഥമാണെന്ന് മനസ്സിലാക്കുക. കാര്യം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് വെല്ലുവിളിക്കാനൊക്കെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെയല്ലേ ആപത്തുണ്ടാവുന്നത്. ഓക്കെ, സപ്പോസ് ഇനിയിപ്പം ഇതൊരു ഫേക്ക് ലെറ്റർ ആണെന്ന് വെച്ചോ, തനിക്ക് എന്തുകൊണ്ട് കേസ് കൊടുത്തുകൂടാ? അതൊരു ചോദ്യമല്ലേ. നമുക്കെതിരെ ഒരാൾ ഒരു ഫോൾസ് അലിഗേഷൻ പറയുമ്പം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ കേസ് കൊടുക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. നീരജയെ സംബന്ധിച്ച് നീരജ അവിടുന്ന് മെയിൽ അയച്ചാൽ മതി. ഈ പറയുന്ന യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, ഈ പറയുന്ന ഓരോരോ പോസ്റ്റുകൾ എഴുതിയിടുന്ന ആൾക്കാരായിക്കോട്ടെ, അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കാൻ പറ്റും. താൻ ഇന്നേ വരെ ഈ ഒരു കാര്യങ്ങൾ വല്ലതും ചെയ്യുന്നുണ്ടോ? ചെയ്തിട്ടില്ലല്ലോ. കാര്യം തെറ്റായിട്ട് ആര് എന്ത് നമ്മൾ അടിച്ചിറക്കി കഴിഞ്ഞാലും 100% നമുക്ക് കേസ് കൊടുക്കാനുള്ള എല്ലാവിധ അവകാശവും ഉണ്ട്. അത് ആദ്യം മനസ്സിലാക്കുക. എന്തായാലും ബാക്കിയുടെ കാണാം. വെല്ലുവിളി എന്തായാലും മലയാളികൾ ഏറ്റെടുത്തു. ഒരു സൈഡിൽ നിന്നും പണിയും തുടങ്ങിയിട്ടുണ്ട്. നീരജയെക്കുറിച്ച് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് പരാതി അയച്ചു. ആളുകളുടെ കിട്ടിയ മറുപടിയാണ് ഇത് വായിച്ചിട്ട് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നി ഉണ്ട്. ജോലി സ്ഥലത്തുള്ളവർ എന്തോ ഒളിപ്പിക്കുന്നതായി തോന്നുന്നു. മിക്കവാറും ഇവരും ക്യാഷ് മേടിച്ചിട്ടുണ്ടാകാം നീരജയെ ജോലിക്ക് എടുത്തത്. UK പോലുള്ള ഒരു രാജ്യത്ത് ഒരു മര്യാദയും കാണിക്കാതെ മലയാളികളെ പറ്റിക്കുന്നവർക്ക് ഇത് ഒരു പാഠമാണ്. മലയാളി പൊളിയാണ്, ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നാണ് ഈ ഒരു സംഭവം, ഈ ഒരു ലെറ്റർ അയച്ചിട്ട് ആ പുള്ളിക്കാരൻ അടിയിലിട്ടേക്കുന്ന ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം, ഇങ്ങനൊരു ലെറ്റർ എൻ്റെ ഹോമിന്നോ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്നോ വേറൊരാൾക്ക് അയച്ചിട്ടില്ല. അതിൽ ഞാൻ എൻ്റെ ഹോമുമായിട്ട് ഞാൻ മെയിൽ അയച്ച സമയത്ത് അവരെനിക്ക് തന്ന ഒരു മെയിലാണിത്. ഇങ്ങനൊരു ഹോമിൽ നിന്ന് ഇങ്ങനൊരു ലെറ്റർ പുറത്തയച്ചിട്ടില്ല. അവരുടെ ഫോണ്ട് ഇതല്ല. ഇങ്ങനെ ഒരു ലെറ്റർ പ്രചരിപ്പിക്കുന്നതിനെതിരെ അവർ കേസ് കൊടുക്കുന്നതായിരിക്കും. ഇത് നിങ്ങൾക്കെതിരെ ഹറാസ്മെൻ്റ് ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങളും കേസ് കൊടുക്കണം എന്നാണ് എൻ്റെ ഹോമുകാർ പറയുന്നത്. തീർച്ചയായിട്ടും ചെയ്യണം. അതൊരു ഫേക്ക് ആണെങ്കിൽ തനിക്ക് എന്തുകൊണ്ട് കേസ് കൊടുത്തുകൂടാ? ആ ഒരു കാര്യത്തിനകത്തോട്ട് ഇതുവരെയും താൻ മൂവ് ചെയ്തിട്ടില്ലല്ലോ. അപ്പം ഇപ്പം ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പം നിലവിൽ സത്യം പറഞ്ഞാൽ നീരജ സസ്പെൻഷനിലാണ്. ഇതാണ് ഇതിൻ്റെ ഒരു വാസ്തവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് പുള്ളിക്കാരത്തി കേസും കാര്യങ്ങളുമായിട്ട് പോവാത്തത്. മനസ്സിലായില്ലേ? എന്തിൻ്റെ പേരിലാണ് സസ്പെൻഷൻ ആയെന്ന് നമുക്കറിയത്തില്ല. പുള്ളിക്കാരത്തി പറയണത് ഇതിൻ്റെയൊക്കെ റീസൺ കൊണ്ടാണ് എന്നാണ്. പിന്നെ ജോലി നഷ്ടപ്പെട്ടോ ഇല്ലയോ? നീരജ അമ്മൂസിൻ്റെ ജോലി നഷ്ടപ്പെട്ടിട്ടില്ല. നീരജ അമ്മൂസ് ഇപ്പം ഇൻവെസ്റ്റിഗേഷനിലാണ്, അതായത് സസ്പെൻഷൻ. അപ്പം ഞാൻ പറയാമല്ലോ, എൻ്റെ ഹോമിൽ നിന്ന് കഴിഞ്ഞ ദിവസം എന്നെ ഇൻവെസ്റ്റിഗേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇൻവെസ്റ്റിഗേഷനിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ, അതായത് കഴിഞ്ഞ ദിവസം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നീരജയുടെ ഒരു കാര്യം ചോദിക്കാനുണ്ട്, മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ താഴെ വിളിച്ചത്. താഴെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഫസ്റ്റ് ചോദിച്ച ചോദ്യം, നീരജ വിസ തട്ടിച്ചോ? നീരജ ഇത്രയും പേരുടെ പൈസ കള്ളിയാണോ? നീരജ വിസ ഡീൽ ചെയ്തോ? അല്ലെങ്കിൽ നിങ്ങളൊക്കെ പറയുന്ന പോലെ മീഡിയേറ്ററായിട്ട് നിന്നിട്ട് ആ പൈസ കൊണ്ടാണോ ജീവിക്കുന്നത്? ഇതൊന്നുമല്ല. എൻ്റെ അടുത്ത് ചോദിച്ചത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു യെസ്. എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു യെസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു എന്ത് ബേസ്ഡാണ്? ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഹോബിയാണ്, ഫിറ്റ്നസ് മെയിൻ്റെ, അല്ലെങ്കിൽ എൻ്റെ ഹോബി റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ചെയ്തത്. ഓക്കെ ഫൈൻ. എന്തെങ്കിലും കിട്ടിയോ? ഞാൻ പറഞ്ഞു 5ൻ്റെ പൈസ കിട്ടിയിട്ടില്ല. വേൾഡ് കപ്പ് കളിക്കാൻ പോയപ്പോഴാണെങ്കിലും ഇന്റർനാഷണൽ കളിക്കാൻ പോയപ്പോഴാണെങ്കിലും BK കളിക്കാൻ, അതപ്പാടെ 3 ഗെയിമേ ഞാനിവിടെ UK കളിച്ചിട്ടുള്ളൂ. ഈ 3 ഗെയിം കളിക്കാൻ പോയ സമയത്തും ഒരു 5ൻ്റെ പൈസ കിട്ടില്ല. നമ്മളെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് ചിലവാകുന്നതെന്നല്ലാണ്ട് 5ൻ്റെ പൈസ ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? എന്ത് ബെനിഫിറ്റ്? ഈ സാധാ എല്ലാവരും ചോദിക്കുന്ന സസ്പെൻഷൻ കിട്ടാനുള്ള പ്രധാന കാരണം ഇതാണ്. അതായത് പുറത്ത് പോയി കബഡി കളിച്ചു. കബഡി കളിച്ചിട്ട് വല്ല പ്രൈസ് മണിയോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ല, എനിക്കൊന്നും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞത്. അപ്പം അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഥവാ ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഈ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നീരജയുടെ ജോലി പോകും. ഇതാണ് ഇതിൻ്റെ സത്യം. ഇനി ഇതിൻ്റെ നീരജയുടെ വീഡിയോയുടെ താഴെ വന്നൊരു കമൻറ്റ് ഞാൻ വായിച്ചു തരാം. You explained that you are under investigation for participating in kabaddi, claiming no income was received due to Tier 2 restrictions from sports. However, England kabaddi team's Insta page posted a pic where your team holding £20,000 gift voucher. Also sharing your care home's response email screenshot in social media is completely GDPR. Okay. ഹണി കുര്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് കമൻറ്റ് ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഈ പുള്ളിക്കാരത്തി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇംഗ്ലണ്ട് കബഡി ടീമിൻ്റെ ഇൻസ്റ്റാ പേജിൽ നീരജ £20,000 പ്രൈസ് മണി കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കാണിക്കുന്ന ഫോട്ടോ ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട് എന്ന്. സോ നീരജ അമ്മൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അപ്പം വീണ്ടും പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്ന് കള്ളം പറയുമല്ലേ? ഇതിനൊക്കെ എന്തെങ്കിലും മറുപടി ഉണ്ടോ? നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും
തൊട്ടപ്പുറത്ത് അതിൻ്റെ കള്ളത്തരം അതേപോലെ പൊളിക്കുവാണ്. ഈ അടുത്ത് വേറൊരു കള്ളത്തരം പൊളിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതണക്ക് എന്തോ മറ്റേ UK പോയത് ലോൺ എടുത്തിട്ടല്ല എന്ന്. ഇപ്പോൾ വേറൊരു വീഡിയോയ്ക്കകത്ത് നീരജ പറയുന്നുണ്ട് ഞാൻ ലോൺ എടുത്തിട്ടാണ് പോയത്. അതിൻ്റെയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. പുള്ളിക്കാരത്തി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ഞാൻ വെക്കുന്നില്ല, ഒരുപാട് ലെങ്ത് ആവും വീഡിയോ. എന്തായാലും നീരജ പറയുന്ന വേറൊരു കാര്യം കൂടെ ഞാൻ കേൾപ്പിച്ചു തരാം. ഞാൻ നീരജ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനകത്ത് നീരജയുടെ പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് വലിച്ചിടാൻ താല്പര്യമില്ല എന്നുള്ള തരത്തിൽ ഞാൻ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നീരജ അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ആ ചേട്ടനോട് എനിക്ക് റെസ്പെക്റ്റ് മാത്രമേ തോന്നിയിട്ടുള്ളൂ. ആ ചേട്ടൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പുള്ളിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, പുള്ളി എനിക്കെതിരെ നെഗറ്റീവാണ് പറഞ്ഞത്. പക്ഷേ എന്നാൽ ആ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് നീരജ മൂസിനെതിരെ വീഡിയോ ഇട്ടതിന് ശേഷം നീരജ മൂസിൻ്റെ പേഴ്സണൽ ഇഷ്യൂസ് അല്ലെങ്കിൽ നീരജൻ്റെ ഫാമിലീൻ്റെ പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ താഴെ വന്ന് കുറേ പേര് കമൻറ്റ് ഇടുകയും അതിനെതിരെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം സ്കാം ചെയ്തത് നീരജയാണ്. അപ്പോൾ അതിൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചകഞ്ഞെടുക്കാനൊന്നും എനിക്ക് അയാളോട് എനിക്ക് റെസ്പെക്റ്റ് മാത്രം. ഈ പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നീരജയുടെ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുകയും നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുകയും ഇതണക്ക് നീരജയുടെ പഴയ കുറേ ചരിത്രങ്ങളുണ്ട്, ഫാമിലിയുടെ ചരിത്രങ്ങളുണ്ട്, നീരജ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വളരെ പേഴ്സണൽ മാറ്റേഴ്സ് നമ്മളടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളും ഇതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീരജ അമ്മൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താണ് നിലവിൽ ചെയ്തത്, ഈ വിസ തട്ടിപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യമാണ്. നമ്മൾ അതിനെപ്പറ്റിയാണ് വന്നിരുന്ന് സംസാരിക്കേണ്ടത്. അല്ലാതെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അതിനുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിരുന്നിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് ഇവിടെ യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് എനിക്ക് അതിനകത്തോട് ബേസിക്കലി വലിയ താല്പര്യമില്ലെന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെ പറ്റിയിട്ടാണ് നീരജ പറയണത്. പക്ഷേ ഞാൻ ആ ചേട്ടൻ്റെ പേരെന്തായാലും ഞാൻ പറയാതിരിക്കാൻ ശ്രമിക്കുന്നില്ല. ആ ചേട്ടനും എനിക്കെതിരെ കാര്യം അറിയാണ്ട് ഒരുപാട് വീഡിയോസ് ഇട്ടു. പക്ഷെ എന്നാൽ പോലും ഇവിടെ ഒരിക്കലും കാര്യം അറിയാണ്ടല്ല ചെയ്തിരിക്കുന്നത്. ഇപ്പം സാമാന്യ ബോധമുള്ള ആൾക്കാർക്ക് ഇത് ഒരു തേർഡ് പേഴ്സൺ എന്നുള്ള നിലയിൽ ഇത് കാണുമ്പോഴത്തേക്ക് നീരജയെ തന്നെ കുറ്റപ്പെടുത്തത്തുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് ഒരിക്കലും വന്ന് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. അത് താൻ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? താൻ ചെയ്ത തെറ്റ് ആദ്യമേ താൻ അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ വരുമോ? അത് ആ പബ്ലിക്കിൻ്റെ മുന്നിലേ തുറന്നങ്ങ് പറയണമായിരുന്നു ഈ കാര്യങ്ങൾ മുഴുവനും. പക്ഷേ ഇത് ഒരുപാട് ലേറ്റായി പോയി. ആ പുള്ളിക്കാരൻ പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് എനിക്ക് നല്ല രീതിയിൽ റെസ്പെക്റ്റ് തോന്നുന്നുണ്ട്. എനിക്ക് പേര് ഓർമ്മ കിട്ടുന്നില്ല. വിബി ഹിയർ എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരനും അടിപൊളിക്കിടില സീൻ തംബ്ലൈൻസ് ഒക്കെയാണ് ഇട്ടേക്കുന്നത്. നീരജ മൂസ് പൊട്ടിക്കരഞ്ഞോണ്ട് നാട്ടിൽ പോയി, നീരജ മൂസിൻ്റെ ജോലി പോയി, ഇതൊന്നും അറിയാതെ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആ പുള്ളി പറഞ്ഞ ഒരു കാര്യത്തിനോട് മാത്രമേ എനിക്ക് റെസ്പെക്റ്റ് തോന്നുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു ഇങ്ങനെ വീഡിയോ ഇട്ടതിൻ്റെ താഴെ ഒരുപാട് പേഴ്സണലായിട്ടുള്ള അവളുടെ ജീവിതത്തിന്, അവളുടെ അച്ഛനമ്മേൻ്റെ ജീവിതത്തിന് കുറച്ച് കമന്റ് വന്നു. പക്ഷേ അതിലൊന്നിട്ടൊന്നും ഞാൻ ചകഞ്ഞിറങ്ങുന്നില്ല. അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, അത് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സംഭവം. ശരിക്കും ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്ത സമയത്തും നമ്മളിത് തന്നെ പറഞ്ഞിട്ടുള്ളത്, നീരജ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. അല്ലാതെ അവരുടെ ഫാമിലി പറ്റിയിട്ടോ അല്ലെങ്കിൽ അവരുടെ കുടുംബ ചരിത്രം പറ്റിയിട്ടോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം അതൊന്നും അല്ല ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. ഒരുപാട് പേരുടെ പൈസയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കുന്നതാണ് നല്ലത്. ഫാമിലി കാര്യങ്ങൾ ഇത് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിലുള്ളൊരു സംഭവമാണ്. എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചരിത്രം എന്തുണ്ടെന്ന് അന്വേഷിച്ച് അങ്ങ് പോകും. പാരമ്പര്യം എന്താണ്, അതിനകത്ത് എന്ത് നടക്കുന്നുണ്ട്, അത് കുത്തിപ്പൊക്കി എടുത്ത് വെച്ചിട്ട് വീഡിയോ ചെയ്ത് കൊടുക്കുക എന്നൊക്കെ ഉള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള കുറേ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന ഈ നാട്ടുകാരിൽ കുറച്ച് ആൾക്കാർ, അതായത് ഇപ്പം നീരജയുടെ കേസ് എടുത്തു കഴിഞ്ഞാലും നീരജയുടെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ആയിരുന്നു നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എന്തായാലും ഇത്രയൊക്കെയുള്ള വിഷയം. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.